Hi friends, welcome back to Zack's Varieties. ജാലിയൻവാല ബാഗ്, ഇന്ത്യൻ ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ജാലിയൻവാല ബാഗ്. അപ്പോൾ ആ ജാലിയൻവാല ബാഗിന്റെ നമ്മുടെ പഞ്ചാബിലാണ് ആ ഒരു എപ്പിസോഡാണ് ഈ എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും. ഞാനിപ്പോൾ ഉള്ളത് പഞ്ചാബിൽ അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ നിന്നിട്ട് വന്നു കഴിഞ്ഞാൽ ജാലിയൻവാല ബാങ്കിൻ്റെ എൻട്രൻസ് ഉണ്ട്. അതിൻ്റെ മുന്നിലൊരു തൂണുണ്ട്, ഈ കളർ കാണുന്നത്. അവിടെ ഇപ്പോൾ ഉള്ളത് ഇതാണ് ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള റോഡ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ജാലിയൻവാല ബാഗിലേക്കുള്ള എൻട്രൻസ്. ഇതിലേക്ക് ഇട്ട് കടന്നുടനെ തന്നെ ഇവിടെ നമ്മളെ ഉദ്ധം സിംഗിൻ്റെ ഒരു പ്രതിമ ഉണ്ട്. ഇതൊരു മുതൽ സാധനമാണ് ഉപ്പർ. പിന്നെ വിശദീകരിച്ച് പിന്നെ ഞാൻ പറയാം. ഇതിങ്ങനെ ഒരു ഒഴിഞ്ഞൊരു കോമ്പൗണ്ടും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗം. ഇവിടേക്ക് അങ്ങനെ അധികം പ്രവേശനമില്ല ജനങ്ങൾക്ക്. ഇവിടെ ആ സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ടല്ലേ, അവരോട് ഒരു പെർമിഷൻ വാങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇതൊരു ലോങ് വ്യൂ ആണ് ഈ ഒരു ഭാഗം. ഉദ്ധം സിംഗിൻ്റെ ഒരു പ്രതിമയും വേറെ കുറച്ച് കാര്യങ്ങളും ചെറിയൊരു മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ആണിത്. ഇതാണ് നമ്മുടെ സെക്യൂരിറ്റികൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്ന ആ ഒരു കോമ്പൗണ്ടിലുള്ള ആ കോമ്പൗണ്ടിൽ കയറുന്ന അതിൻ്റെ മുൻഭാഗത്താണ്. ആ കാണുന്ന 2 സ്ക്രീൻ ഉണ്ട്, നമ്മളെ മെറ്റൽ ഡിറ്റക്ടറാണ്. അതിലൂടെ അങ്ങോട്ട് കയറിയിട്ട് അങ്ങോട്ട് പോവുക വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടിട്ട് വിശദീകരിച്ച് ഞാൻ പിന്നെ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. (2019) മുതൽ 21 വരെ ഇതിലൊരു പുതുക്കിപ്പണികളുണ്ടായിരുന്നു. അതിൽ പണിതാണ് ഈ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ. മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു. മുമ്പ് ഞാൻ വന്ന സമയത്ത് കംപ്ലീറ്റ് ഒരു ഇടുങ്ങിയ ഒരു വഴി മാത്രമുള്ളായിരുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് പഴയ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഒരു പ്രതിമ ഓഫാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. സ്കൂൾ കുട്ടികൾ, ബോയ്സും ഗേൾസും ഒക്കെ ഇവിടെ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതങ്ങനെ കറങ്ങി കാണാം. ഇതിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നത്. കുറച്ച് ചരിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ സ്കൂൾ കുട്ടികളാണ് ഉണ്ടല്ലേ. ഏപ്രിൽ 13, 1919 അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഈ അമൃത്സറിൽ ഈ ജാലിയൻവാല ബാഗ് ഈ ഒരു മൈതാനത്ത് ഇവിടെ ഒരു ഉത്സവമുണ്ട്, ഇവരെ ബൈശാഖി ആഘോഷം. അതുകൊണ്ട് ഇവിടെ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്നൊരു സമയമായിരുന്നു അന്ന്. ചില ആളുകൾ ഇവിടുത്തെ തൊട്ടപ്പുറത്തിനുള്ള സുവർണക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവരുണ്ടായിരുന്നു. പിന്നെ ചിലർ ഇവിടെ അമൃത്സറിലെ പല സ്ഥലങ്ങളിലും ചന്തകളുണ്ട്, ഞായറാഴ്ച ചന്ത. അപ്പോൾ ആ ചന്തകളിലേക്ക് വന്ന് മടങ്ങിയവരുണ്ടായിരുന്നു. അവരൊക്കെ വിശ്രമിക്കാനുള്ളൊരു സ്ഥലമായിരുന്നു ഈ ജാലിയൻവാല ബാഗ് എന്ന് പറഞ്ഞ ഈ ഒരു മൈതാനം. ഈ ഏപ്രിൽ 13 പിന്നെ ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അന്നത്തെ ആ മിലിറ്ററി ഉണ്ടായിരുന്നു, മിലിറ്ററി ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പിന്നെ ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലായിരുന്നു. ഏപ്രിൽ 10 ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരായ ഡോക്ടർ സത്യപാല്, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചുലോ ഇവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചിട്ട് ഹർത്താലോട് ബന്ധിപ്പിച്ചിട്ട് അന്ന് 20 പേർ മരിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രകടനമോ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ ഇവരെല്ലാവരും കൂടിയിരുന്നത്. അതിന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ജനങ്ങൾ പലരും അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാൻ വന്ന പലരും ഉണ്ടായിരുന്നു ഇവിടെ. അന്ന് 4:30 സമാധാനപരമായ ഒരു യോഗം നടത്താൻ ഇവിടെ നേതാക്കന്മാർ പ്ലാൻ ഇട്ടിരുന്നത്. ഇത് ഏകദേശം ഒരു 7 ഏക്കർ സ്ഥലമുണ്ട്. ഈ 7 ഏക്കർ സ്ഥലത്ത് 3 മീറ്ററിലധികം ഉയരമുള്ള മതിലുകൾ അതിനുണ്ടായിരുന്നത്. പിന്നെ 5 ഒരു വീതി കുറഞ്ഞ ഇതിനുള്ളിലേക്കുള്ള പാസേജുകൾ ഉണ്ടായിരുന്നു.
ഈ ബൈശാഖി പിന്നെ ഇവരൊരു പരിപാടി ഉണ്ടായിരുന്നില്ല, അത് ഏകദേശം ഒരു 2 മണിയോടെ തന്നെ ഇവർ പ്രോഗ്രാമുകളൊക്കെ അവസാനിപ്പിച്ചിരുന്നു. അതിൻ്റെ ഈ പ്രതിഷേധ യോഗത്തിലേക്ക് ഏകദേശം 20,000-ലധികം ആളുകൾ ഉണ്ടായിരുന്നു അന്ന് കണക്കാക്കപ്പെടുന്നത്. അന്ന് റൗളറ്റ് ആക്ട് എന്ന് പറഞ്ഞൊരിത് പ്രഖ്യാപിച്ചിരുന്നു. അതിനെതിരെയാണ് ഇവർ പ്രതിഷേധിക്കാൻ നിന്നത്. അതിന് പുറമെ ഈ 2 പേരെ അറസ്റ്റ് ചെയ്തതിനെതിരെയുള്ളൊരു പൊതുയോഗമാണ് ഇവർ നടത്താൻ തീരുമാനിച്ചിരുന്നത് ഇവിടെ. അങ്ങനെ വൈകുന്നേരം 5 മണിയായപ്പോഴത്തേക്ക് ഇവരെ ജനറലുണ്ട് ഡയർ, അദ്ദേഹവും സൈന്യവും ഈ ജാലിയൻ ബാഗിന് പുറത്തെത്തി. അങ്ങനെ പ്രവേശന കവാടങ്ങളൊക്കെ പൂട്ടിയിട്ട് ഈ ഡയർ ഫയർ എന്ന് പറഞ്ഞിട്ട് ആഹ്വാനം ചെയ്തു. അതിലങ്ങോട്ട് വെടിവെക്കൽ തുടങ്ങി. ഒരുപാട് ആളുകളൊക്കെ മരിച്ചുപോയി. 379 ആളുകൾ മരിച്ചു എന്നാണ് കണക്ക്. പക്ഷേ അവർ പറയുന്നത് ഏകദേശം 1200-ലധികം ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. ഞാനിപ്പോൾ ഈ പറഞ്ഞതാണ് ഇതിൻ്റെ ചെറിയൊരു ചരിത്ര സൂചനയും കാര്യങ്ങളൊക്കെ. ഇനി കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുക ഇതിനെ പറ്റിയിട്ട്. ഇപ്പം കണ്ടത് ആർട്ട് ഗാലറിയും പിന്നെ ഒരു മൂവിയും പ്രദർശനമൊക്കെയാണ്. ഇവിടുത്തെ പഴയ ചരിത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇനി ഇത് ശരിക്കും വലിയൊരു പൂന്തോട്ടമാണ് ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഭാഗമുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ മുമ്പ് വെടിയുയർത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണാം. ഞാൻ അവിടെ ഒരു 3-4 തവണ അവിടെ വന്നിരിക്കുന്നത് മുമ്പ്. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് പുതുക്കി പണിതാണ്. 2019-ലാണ് ഇതൊന്ന് പുതുക്കി പണിത്. ഒരു തവണ ഇവിടെ വന്ന സമയത്ത് ഇതിനുള്ളിലേക്ക് പ്രവേശനം ഇല്ലായിരുന്നു, കൊറോണ കഴിഞ്ഞ ആ ഒരു സമയത്ത്. ഇതൊക്കെ ഒഴിഞ്ഞൊരു മൈതാനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതങ്ങനെ കറങ്ങി അങ്ങനെ കാണാം നമുക്കിനി. ഇത് ഈ കോമ്പൗണ്ടിനുള്ളിൽ വലിയൊരു പിന്നെ കിണറാണ്, പ്രസിദ്ധമായൊരു കിണറാണ്. അപ്പോൾ അതൊന്ന് കാണാൻ പോകും. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ കാണുന്നില്ല, കംപ്ലീറ്റ് ഗ്ലാസ് ഇട്ടിട്ട് മൂടിയിട്ട് അടിഭാഗമൊന്നും കാണുന്നില്ല. അന്ന് കാലത്തുള്ള ആ ഒരു സംഭവം ഇപ്പോഴും അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ഈ ഒരു സ്ക്വയറിൽ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ വൈറ്റ് കളറിൽ, ഇവിടെയാണ് ബുള്ളറ്റൊക്കെ തറച്ചിരുന്നത്. ആ ബുള്ളറ്റ് തറച്ചതിൻ്റെ പിന്നെ ഹോളും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് അവിടെ. 1919 ഏപ്രിൽ 13-നാണ് ഇവിടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇങ്ങനെ ചുമരമ്പൊന്നായിട്ട് ബുള്ളറ്റ് തട്ടിയിട്ടുള്ളൊരു ഹോളും കാര്യങ്ങളുണ്ട്, കണ്ടില്ലേ. അന്നത്തെ വെടിവെപ്പിന് ഓർഡർ കൊടുത്ത അന്നത്തെ ആ പട്ടാള നേതാവുണ്ടല്ലോ ഡയർ, 20 മിനിറ്റോളം തുരുതുരാന്ന് വെടിവെച്ചിരുന്നു. അങ്ങനെ ജനങ്ങളൊക്കെ ഭയവിഹ്വലരായിട്ട് പുറത്തേക്ക് ഓടി. ആ സമയത്ത് വെടികൊണ്ട് പലരും മരിച്ചുപോയി. ഈ സൈന്യത്തിൻ്റെ കയ്യിലുള്ള തിര തീർന്നപ്പോൾ ഇവരെന്ത് ഈ വെടിവെപ്പൊക്കെ നിർത്തി ഇവരങ്ങനെ മടങ്ങിപ്പോവുകയും ചെയ്തു, ഈ ഡയറിൻ്റെ സൈനികർ. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കാണാം. बेटा नो नीचे उतरी so now they were asked that you will not publish any news of anything first thing that is first thing so against that they had held That is quite correct. And you intended that the order of yours. ഈ ഒരു സ്തൂപം ഇവിടുത്തെ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മുമ്പ് അതിൻ്റെ അറ്റം വരെ നമുക്ക് പോകാമായിരുന്നു. ഇപ്പം അതിൻ്റെ അകത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നവർ. ഇപ്പം ഇങ്ങനെ ദൂരത്തുനിന്നുള്ളും കാണാൻ പറ്റുക. ഇവിടെ വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. ചെറിയ നമ്മളെ താമര ഇതൊക്കെ ഉണ്ട്. 1919 ഇവിടെ നടന്നത്. ഇതിൻ്റെ
ഈ 2019 ഇതിലേക്ക് 100 വർഷമായി. ഈ 100 വർഷത്തും കഴിഞ്ഞിട്ട് ഇവിടെ രണ്ടാമത് കുറേ പുതുക്കി പണിതത്. ഇത് വേറൊരു ഭാഗത്തുള്ള ഇങ്ങനെ ബുള്ളറ്റ് കിട്ടിയ ഭാഗമാണ്. ഞാൻ 2019 മുമ്പ് ഇവിടെ വന്നിരുന്നു. അന്ന് ഇങ്ങനെ ഈ പ്രതിമകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഉഷാറാക്കിയിരിക്കുന്നത്. കാരണം ആകെ ഒരു മോടിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതേപോലെ തന്നെയാണ്, ഇതിങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ള. അപ്പോൾ അങ്ങനെ നമുക്ക് നടന്ന് അങ്ങനെ കാണാം. ഇവിടെ പഞ്ചാബിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വരണം. ഇത് മൊത്തം 7 ഏക്കറാണ് ഇത് നിൽക്കുന്ന സ്ഥലം. 28,000 സ്ക്വയർ മീറ്ററാണ് ഇത് നിൽക്കുന്നത്. 1919 ഈ കൂട്ടക്കൊലക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ നമ്മുടെ സർദാർ ഉദ്ധം സിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അദ്ദേഹം പിന്നെ ലണ്ടനിലെത്തിയെന്ന്. നീണ്ട 20 വർഷം അദ്ദേഹം അതിനുവേണ്ടി കാത്തിരുന്ന്. അങ്ങനെ ഈ കൂട്ടക്കൊലക്ക് ഉത്തരവിട്ട നമ്മുടെ മറ്റേ ചങ്ങായി ഉണ്ടല്ലോ, ജനറൽ മൈക്കൽ ഒ ഡയർ, അദ്ദേഹത്തിന് 21 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വെടിവെച്ചായിട്ട് കൊന്നവിടുന്ന്. അങ്ങനെ ഉദ്ധം സിംഗ് തൻ്റെ പ്രതിജ്ഞ പാലിച്ച് മൃഗങ്ങളെ പോലെ വേട്ടയാടപ്പെട്ട പഞ്ചാബ് ജനതയ്ക്ക് വേണ്ടി പ്രതികാരം ചെയ്ത ഉദ്ധം സിംഗ് രാഷ്ട്രത്തോടുള്ള കടമയാണ് പൂർത്തിയാക്കിയിട്ടത്. അങ്ങനെ 1940 ജൂലൈ 31 ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തെ തൂക്കിലേറ്റി. അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് ഈ ചെന്ന് കയറുമ്പോൾ ഇതിൻ്റെ മുന്നിലുള്ളത്. ഈ ജാലിയൻവാലാബാഗ് കയറുന്ന സമയത്ത് അവിടെ ഉണ്ട്. पूजा ഇവിടെ അങ്ങ് ദൂരെ കണ്ടില്ലേ ഒരു കറുത്ത കളറിൽ? ഇതൊക്കെ ഇപ്പോൾ പുതിയ ഉണ്ടാക്കിയതാണ്. നമ്മളൊക്കെ പല കാര്യങ്ങൾ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കാം. മാർബിളിൻ്റെ പീസും കാര്യങ്ങളൊക്കെയാണ്. പഴയ ചരിത്രവും കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതുതലമുറക്ക് അറിയാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ റാമ്പ് ഉണ്ട്, അതിൽ കൂടി അങ്ങനെ കയറിയിട്ട് ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് കറങ്ങിയിട്ട് നമുക്ക് താഴേക്ക് തന്നെ ഇറങ്ങി പോവുകയും ചെയ്യാം. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മളെ ആ ഉദ്ധം സിംഗ് ഉണ്ടല്ലോ, ആ പോരാളിൻ്റെ വാചകങ്ങളാണത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് അങ്ങോട്ട് പോവാണ്. അവിടെ എന്തൊക്കെയാണെന്ന് അറിയില്ല, പോയി നോക്കട്ടെ. चलते राष्ट्रवादी का हमला खत्म होने की बजाय और ज्यादा मजबूत हुई ਅਤੇ ਪੰਜਾਬ ਹੋਰ ਵੀ ਤਾਕਤ ਨਾਲ ਅੰਦੋਲਨ ਦੇ ਉੱਤਰ ਆਇਆ। क्रांतिकारी नौजवान भारत सभा ਅਤੇ ਹੋਰ ਰਾਸ਼ਟਰਵਾਦੀ ਬੜੀ ਬਹਾਦਰੀ ਨਾਲ ਲੜੇ। ਭਾਰਤੀ ਤਿਰੰਗਾ 15 ਅਗਸਤ 1947 ਨੂੰ ਦਿੱਲੀ 'ਚ ਲਹਿਰਾਇਆ। इस साल इतना बलिदान का कारण ही है कि आज जैसे आजाद था
ਅਤੇ ਬਿਨਾਂ ਕਿਸੇ ਡਰ ਦੇ ਆਪਣਾ ਸਿਰ ਉੱਚਾ ਕਰਕੇ ਤੁਰ ਸਕਦੇ ਹਾਂ। ਆਓ ਅਸੀਂ ਜਲਿਆਂਵਾਲਾ ਬਾਗ ਦੀ ਇਸ ਮਿੱਟੀ ਤੇ ਖੜੇ ਹੋ ਕੇ ਬੜੇ ਸਤਿਕਾਰ ਮਰਿਆਦਾ आजाद भारत उन हजारों स्वतंत्रता सम्मान और श्रद्धांजलि देने के पात्र हैं। जलियांवाला बाग स्मारक മുകളിൽ തിയേറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പിന്നെ ഈ താഴത്തേക്ക് ഇറങ്ങിക്കുന്നത്. ഇനി ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പിന്നെ ഗാലറി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫോട്ടോകളൊക്കെ പതിച്ചിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് അങ്ങോട്ട് കിടക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊതുവേ ഈ ജാലിയൻവാലാ ബാഗിൽ എപ്പോഴും തിരക്കുള്ള സമയം തന്നെയാണുള്ളത്. പിന്നെ ഏത് ടൂറിസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ കാണും. കാരണം ഗോൾഡൻ ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഇത് നിൽക്കുന്നത്, ഈ ഒരു കോമ്പൗണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇവിടുന്ന് വെടികൊണ്ട് മരിച്ച അന്നത്തെ ആളുകളെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊരു മൊത്തം ഒരു ഗാലറി പോലെ ആക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു കംപ്ലീറ്റ്. ഇതൊക്കെ ഇപ്പോൾ അടുത്ത കാലത്താണ് അതൊക്കെ ഇങ്ങനെ ഉഷാറാക്കി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഈ ഫോട്ടോക്ക് പുറമെ ഒരു വീഡിയോ പ്രദർശനമുണ്ട് ഈ ഒരു ഭാഗത്ത്. 24 മണിക്കൂർ ഇവിടെ വർക്കിംഗ് സമയം മൊത്തം വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ਅਤੇ ਨਿਸ਼ਚਿਤ ਉਸ ਨੂੰ ਜਲਿਆਂਵਾਲਾ ਬਾਗ ਤੱਕ ਖਿੱਚ ਲਿਆ ਅਤੇ ਜੋ ਉਸ ਨੇ ਦੇਖਿਆ ਉਸ ਨੇ ਉਸ ਦਾ ਕ੍ਰਾਂਤੀਕਾਰੀ ਪਰਿਵਰਤਨ ਕੀਤਾ। ਇਸ ਦੇ ਨਾਲ ਹੀ ਇੱਕ ਐਸਾ ਕ੍ਰਾਂਤੀਕਾਰੀ ਪੈਦਾ ਹੋਇਆ ਜਿਸ ਨੇ ਅੰਗਰੇਜ਼ ਨੂੰ ਖੌਫ ਖਦੇ ਹੋਏ ਇਸ ਤਰ੍ਹਾਂ ਸੀ ਕਿ ਬੱਚੋਂ ਦੇ ਵਾਸਤੇ ਜਾਣੇ ਦੀ ਮਜ਼ਾਕ അപ്പോൾ ജാലിയൻവാലാ ബാഗിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ നമ്മളെ ചാനലുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോവാണ്. കയറിയ വഴി കൂടി അല്ല ഇറങ്ങുക. കയറിയ വഴി വളരെ വീതി കുറവുള്ള ഭാഗമാണ്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.